ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി PD സക്രിയ പൊന്നുവാണിഭത്തിന് അമിത വേഗതയിൽ കാറോടിച്ചെന്ന് കാണിച്ച പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ലഭിച്ച നോട്ടീസ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. 2012 ജനുവരി 3-നാണ് കരുവാറ്റ ആശ്രമം കുട്ടിത്തറ റോഡിലെ ലെവൽ ക്രോസ് മുറിച്ചു കടക്കുന്നതിനിടെ കായംകുളം എറണാകുളം പാസഞ്ചർ ട്രെയിൻ ഫാദർ PD സക്രിയ പൊന്നുവാണിഭം സഞ്ചരിച്ച KL 29 B 866 നമ്പർ എന്ന വോൾട്ടോ കാറിൽ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നെങ്കിലും ഫാദർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. തകർന്ന കാർ മുഴുവൻ തുകയും നൽകി ഇൻഷുറൻസ് കമ്പനി ഏറ്റുവാങ്ങി. തുടർന്ന് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാർ എത്തി തരിപ്പണമായ കാർ ചാക്കിൽ കെട്ടിയാണ് കൊണ്ടുപോയത്. ഇത്തരത്തിൽ കൊണ്ടുപോയ കാറാണ് 3 മാസം മുമ്പ് തിരുവനന്തപുരം പള്ളിപ്പുറം ഭാഗത്തുകൂടി 90 കിലോമീറ്റർ അമിത വേഗതയിൽ കടന്നുപോയതായി പോലീസ് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് പിഴ അടയ്ക്കണമെന്ന് കാണിച്ചാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ചേപ്പാട് സെന്റ് ജോർജ് പള്ളി വികാരിയായ PD സക്രിയയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസ് കണ്ട് അതിശയിച്ചിരിക്കുകയാണ് ഫാദർ. നോട്ടീസിൽ താൻ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറിയ കാറിന്റെ ഫോട്ടോയും നമ്പറും കാണിച്ചിട്ടുണ്ട്. എന്നാൽ 2 വർഷം മുമ്പ് ട്രെയിനിടിച്ച് പൂർണ്ണമായും തകർന്ന ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറിയ കാറിൽ താൻ എങ്ങനെ അമിത വേഗതയിൽ പോയെന്നാണ് വികാരിയുടെ ചോദ്യം. തവിടുപൊടിയായ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറിയ കാർ ഇപ്പോഴും തന്റെ പേരിൽ നിരത്തിലോടുന്നു എന്നത് ദുരൂഹതയുണ്ടാക്കുന്നുവെന്ന് ഫാദർ പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഫാദർ.